രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയൊരു വീഡിയോ, അതായത് മമ്മൂക്കയുടെ റീ റിലീസ് സിനിമകളെക്കുറിച്ച്. അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു റീ റിലീസ് എന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായത് സ്ഫടികം എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാര്യം സ്ഫടികത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ് സ്ഫടികം എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. കാര്യം ആ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 1995 സ്ഫടികം റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന നായക സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള കാര്യം, ഈ മുണ്ടില്ലാതെ, അതായത് ഉടുത്തിരിക്കുന്ന കൈലിയോ അല്ലെങ്കിൽ മുണ്ടോ ഒക്കെ വലിച്ചു പുറച്ചെറിഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അത്രയും നാൾ നായകനെ അവതരിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു സ്ഫടികം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള അത് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത്തരത്തിലുള്ള നായകനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ചില പ്രേക്ഷകരുണ്ടാവും. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്നാലും അത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ടാവും. സ്വാഭാവികമായിട്ട് അവരുടെ ആവശ്യപ്രകാരമായിരുന്നു അന്നത്തെ സ്ഫടികത്തിൻ്റെ ഒരു റീ റിലീസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷം ഒരു റീ റിലീസ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് കോവിഡ് കാലത്തും മറ്റും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചില പാട്ടുകൾ, ചില ഗാനങ്ങൾ സോഷ്യൽ മീഡിയയിലൊരു പൂവേ പൂവേ പാലപ്പൂവേ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കുറേ പാട്ടുകൾ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം സോഷ്യൽ മീഡിയയിൽ ആ പാട്ടുകൾക്ക് അല്ലെങ്കിൽ ആ ഗാനങ്ങൾക്ക് ചെലുത്താൻ സാധിച്ചു പ്രേക്ഷകരുടെ ഉള്ളിൽ. അതുകൊണ്ട് ആ ഗാനങ്ങളിലൂടെ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കുകയും ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുകയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റീ റിലീസ് ഉണ്ടാവുകയും സ്ഫടികവും അല്ലെങ്കിൽ സ്ഫടികത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു കളക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരുമാനം അല്ലെങ്കിൽ രീതിയിലേക്കുള്ള രീതിയിൽ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. പക്ഷെ തുടർന്ന് വന്ന മണിച്ചിത്രത്താഴ് വലിയ വിജയമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് ചില ആൾക്കാർ പറയും. 4 കോടി കിട്ടി, 3 കോടി, 2 കോടി കിട്ടി എന്നൊക്കെ പറയും. പക്ഷേ നമുക്കറിയാവുന്നതെന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴ് ഒരു സ്ഫടികത്തിൻ്റെയോ ഒരു ദേവദൂതൻ്റെ റിലീസിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് മണിച്ചിത്രത്താഴിന് സാധിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. തുടർന്ന് ഈ റീ റിലീസുകളൊക്കെ കണ്ടിട്ടാണ് മമ്മൂക്കയുടെ പാലേരി മാണിക്യവും പിന്നീട് വല്യേട്ടനും പോലുള്ള സിനിമകൾ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു റീ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന, അതായത് മമ്മൂക്കയുടെ സിനിമകളുടെ റീ റിലീസിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമകളിൽ ഒന്നായ വടക്കൻ വീരകഥ ടീസർ റിലീസ് ചെയ്തിട്ട് പോലും പിന്നീട് അതിൻ്റെ യാതൊരുവിധ അനക്കങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ ഡിസംബറിൽ റിലീസ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ റിലീസിനെ കുറിച്ച് അവർ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ചില റീ റിലീസും ഉണ്ട്. ഇപ്പം മമ്മൂക്ക ഇപ്പോൾ ദളപതി എന്ന് പറയുന്ന ഒരു സിനിമയുടെ റീ റിലീസ്, അത് മമ്മൂക്ക മാത്രമല്ല, അതിനകത്ത് രജനീകാന്തും ഉണ്ട്. രജനീകാന്തിൻ്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റീ റിലീസ് ഉണ്ടായി. അപ്പോൾ അതിനും കാര്യമായിട്ടുള്ള ഒരു സ്വാധീനമൊന്നും പ്രേക്ഷകരിൽ ചെലുത്താൻ അല്ലെങ്കിൽ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ളൊരു റീ റിലീസ്, ഇപ്പോൾ ദളപതി മമ്മൂക്കിൻ്റെ രജനീകാന്ത് ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണെങ്കിലും അല്ലെങ്കിൽ വല്യേട്ടനാണെങ്കിലും പാലേരി മാണിക്യമാണെങ്കിലും ഇതുപോലുള്ള സിനിമകൾ റീ റിലീസിലൂടെ പരാജയപ്പെടുമ്പം സിനിമാ മേഖലയിലുള്ള ഒന്നാകെ അല്ലെങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർ വിലയിരുത്തുന്ന ഏത് സിനിമ റിലീസ് ചെയ്തെന്നുള്ളതല്ല, മമ്മൂക്കയുടെ സിനിമകൾക്ക് റിപ്പീറ്റ് വാല്യൂ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ ഒരു കണക്കുകൂട്ടലുകൾ. മമ്മൂക്കയുടെ റീ റിലീസ് സിനിമകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, റിലീസ് കാണാൻ ആഗ്രഹിക്കുന്നില്ല പ്രേക്ഷകൻ എന്നുള്ള രീതിയിലേക്കാണ് കുറേ ആൾക്കാർ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു നാണക്കേടിലേക്ക് മമ്മൂക്കയെ തള്ളിയിടാതെ മമ്മൂക്കയുടെ സിനിമകളിനകത്തും റീ റിലീസ് ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ടാകും. ഇപ്പം വടക്കൻ വീരകഥ പോലെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ആവശ്യപ്പെടുന്ന കൗരവർ എന്ന സിനിമയുടെ ഒരു 4Kയിലാക്കിയിട്ടുള്ളൊരു റീ റിലീസ് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷകൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് പ്രേക്ഷകന് ഒരു റീ റിലീസ് എന്നുള്ള രീതിയിൽ 4Kയിൽ കാണാൻ ആഗ്രഹിക്കുന്ന മമ്മൂക്ക സിനിമകൾ മാത്രം റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ദേവദൂതനും അല്ലെങ്കിൽ സ്ഫടികവുമായിട്ട് മമ്മൂക്കയുടെ പ്രേക്ഷകൻ കാണാൻ ആഗ്രഹിക്കാത്ത ചില റീ റിലീസ് സിനിമകൾ തിയേറ്ററിൽ വന്ന് പരാജയപ്പെടുമ്പം ഈ ദേവദൂതനും അല്ലെങ്കിൽ സ്ഫടികവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മമ്മൂക്കയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കുറേ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പലരും പറഞ്ഞ് ഉണ്ടാക്കുന്നതിനിടയിൽ നമുക്ക് തന്നെ തോന്നിപ്പോരും. പക്ഷേ ശരിയാണ്, മമ്മൂക്കയുടെ സിനിമകൾക്കൊരു റിപ്പീറ്റ് വാല്യൂ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് മമ്മൂക്കയെ കൊണ്ട് എത്തിക്കാതെ പ്രേക്ഷകൻ ആവശ്യപ്പെടുന്ന സിനിമകൾ ഒന്നിൽ ഒരു റീ റിലീസ് മമ്മൂക്കയുടെ സിനിമകൾക്ക് നടത്തുക, അല്ലെങ്കിൽ റീ റിലീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പോകേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ മമ്മൂക്കയാണ് നമുക്ക് ഓരോ പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്നത്. കാര്യം നമ്മൾ വ്യത്യസ്തമായ ഇപ്പം 1993 റിലീസ് ചെയ്ത വിധേയൻ പോലുള്ള സിനിമകൾ, എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് ഒരു 43 അത്രയും വയസ്സൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് ആ പ്രായമായിട്ടുള്ളത്.
അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ, പിന്നീട് നമ്മൾ കണ്ട പാലേരി മാണിക്യത്തിനകത്ത് നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കണ്ട ഭ്രമയുഗം സിനിമയ്ക്കകത്ത് വില്ലൻ കഥാപാത്രങ്ങൾ, ഇതിനിടയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റു ചില സിനിമകൾ, കാതൽ പോലുള്ള സിനിമകൾ ഒക്കെ മമ്മൂക്ക കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ പുതിയ സിനിമകളിലേക്ക് പോവുകയും പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റീ റിലീസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ പ്രേക്ഷകരുടെ മുമ്പിൽ നാണം കെടുത്താനായിട്ട് ശ്രമിക്കുന്ന ചില നിർമ്മാതാക്കൾ ശ്രദ്ധിച്ച് ചെയ്യുക. കാര്യം വേണ്ടുന്ന സിനിമകൾ മാത്രം, പ്രേക്ഷകരുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള സിനിമകൾ മാത്രം തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മമ്മൂക്കയുടെ വഴിക്ക് വിട്ടേക്കുക. അദ്ദേഹം പുതിയ സിനിമകളുമായിട്ട് പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോയിക്കോളും.